ഗീത ചേച്ചി പണി പറ്റിച്ചല്ലേ? പണി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ. എന്തായിട്ട് നീ കാണിച്ചു വെച്ചേക്കുന്നേ? കാണിച്ചു വെച്ച എന്താ കാണിച്ചു വെച്ചു? എന്റെ മോളുടെ ഫോട്ടോന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മൊത്തം നീ അയച്ചു കൊടുത്ത എന്ത് ഫോട്ടോയാ? ചേച്ചിയുടെ മോളുടെ ഫോട്ടോ അല്ലേ? ചേച്ചിയുടെ മോളാണല്ലോ നിക്കുന്നത്. എന്റെ മോളുടെ ഫോട്ടോ അല്ല അത്, ആരോ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയ ഫോട്ടോയാ. അതിന് എന്റെ മോളുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് നാട്ടിൽ മൊത്തം അയച്ചു കൊടുത്തേക്കുന്നു. എന്തു ചേച്ചി? ഞങ്ങൾക്ക് നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്റെ മോളുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏതോ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേക്കുന്നു. അങ്ങനെയല്ല അത് പിന്നെ ചേച്ചിക്ക് അയച്ചു തന്നല്ലേ? എനിക്ക് ഓമന അയച്ചു തന്നതാ. ഏത് ഓമന ചേച്ചി? മറ്റേ ബ്രോക്കർ പണിക്കൊക്കെ പോകുന്ന നുണ പറയാ തോമന ചേച്ചി ഇല്ലേ? എന്റെ പൊന്നെ, ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഞാനല്ലല്ലോ. ചേച്ചി ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തേ. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് അത് അയച്ചു തന്നതാ. ചേച്ചിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞു. ഏത് ഓമന ചേച്ചി ആയാലും കൊള്ളാം. ആ ഫോട്ടോ കണ്ടാ മനസ്സിലാവൂല. ഇതെന്തൊരു കഷ്ടമാ. നിങ്ങളെ ഞാൻ എന്തായാലും പോലീസിൽ കയറ്റിയിരിക്കും. നിങ്ങളുടെ വീട്ടിലൊരു പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് വിചാരിക്കണ്ട. ഇതിനകത്ത് ഉണ്ടായിരുന്ന അവര് ഡിലീറ്റ് ചെയ്തതാ. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഞങ്ങൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാരണം. ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് എന്റെ മോളുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് നാട് മൊത്തം അയച്ചാൽ മതിയല്ലോ. ഞങ്ങളല്ലല്ലോ ഫോട്ടോ ഇട്ടത്. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലോട്ടാ. ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട്. ദൈവമേ, ഭാഗ്യത്തിന് ഞാൻ ആർക്കും അയച്ചില്ല. ഇതിപ്പോ പ്രശ്നമോ? വിവരസാങ്കേതിക മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, സൈബർ സെല്ല്, പിന്നെ പോലീസ് സ്റ്റേഷൻ. നമ്മളിനി എന്ത് ചെയ്യും മോനെ? നമ്മളല്ല, നിങ്ങളുടെ ഫോണിൽ നിന്നാണ് പടക്കത്തിന് തിരി കൊളുത്തിയേക്കുന്നത്. ഒറ്റയ്ക്ക് നോക്കണ്ട, എപ്പോഴേ പോയി.